കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്തുണ്ടായ അപകട വാർത്തയിലേക്ക് തന്നെയാണ്. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയാണ് 3 മരണമുണ്ടായത്. 2 മുതിർന്നവരും ഒരു വിദ്യാർത്ഥിയുമാണ് മരിച്ചത്. കൊട്ടാരക്കര കുടവട്ടൂർ സ്വദേശി ഹരിലാലാണ് മരിച്ചവരിൽ ഒരാൾ. ടിപ്പർ ലോറി അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മതിലിനോട് ചേർന്ന ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നവരിലേക്കാണ് ടിപ്പർ പാഞ്ഞു കയറിയത്. പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. AV ജയശങ്കറും പ്രവീൺ പുരുഷോത്തമനും സ്ഥലത്തു നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീൺ, സ്ഥലത്ത് നിന്ന് ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറോളം സമയം ആശങ്കയുടെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും അപകടത്തിൽപ്പെട്ടവരിലേറെയും കുഞ്ഞുങ്ങളാണ് എന്നുള്ള വിവരം രാവിലെ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായ കാര്യമാണ്. ഇപ്പോൾ അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാധു, ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഈ റോഡിൽ നിന്ന് വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു നല്ല ഇറക്കം ഇറങ്ങിയാണ് ഈ ടിപ്പർ ലോറി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ച് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഈ സമീപത്തേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുണ്ട്. ഇതിപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിവരം കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മണ്ണ് കയറ്റി വന്ന ഒരു ടിപ്പർ ഒരു ചെറിയ വളവും ഒരിറക്കവും കൂടിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വരികയും ബ്രേക്ക് പിടിക്കാൻ ശ്രമിച്ചപ്പം ബ്രേക്ക് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. കുഞ്ഞുങ്ങളടക്കം തൊട്ടുപുറേ ഒരു പ്രൈവറ്റ് ബസ് വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് ടിപ്പർ ഇടിച്ച് കയറുമായിരുന്നു. ആ ബൈക്കിലിരുന്ന ആളും മരണപ്പെട്ടു, മറ്റേ ആ ടിപ്പറിൻ്റെ ഡ്രൈവറും മരണപ്പെട്ടു. പിന്നെ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾ ഗുരുതരാവസ്ഥയിലുണ്ട്. 1-2 പേര് മരിച്ചു എന്നാണ് നമുക്കിപ്പം കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ ഈ റോഡിൽ കൂടി ഈ സമയത്തൊക്കെ ടിപ്പർ ലോറികൾ അമിത വേഗതയിൽ പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ നേരത്തെ? നമ്മളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിരുന്നില്ല. പക്ഷേ ഈ സ്കൂൾ സമയത്ത് ഈ ടിപ്പർ ലോറികൾ ഇങ്ങനെ പോകാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന സമയത്തും ഈ 7:30 മണി സമയത്ത് അതിൻ്റെ ടയർ അടക്കം വളരെ മോശമായ റോഡിലൂടെ ഓടാൻ പറ്റിയ പരുവത്തിൽ പോലും അല്ല വണ്ടിയുടെ ടയർ. അത് അങ്ങനെയുള്ള ടിപ്പറുകൾ തലങ്ങം വിലങ്ങം ഇതുവഴി ഓടുവാണ്. ശരിക്കും അത് വലിയ ഒരു അപകടം ഉണ്ടാക്കി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ധാരാളം കടകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നിന്ന സ്ഥലത്തിന് സമീപത്തെ കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നോ? അല്ല, കട തുറക്കാൻ സമയമായില്ലല്ലോ. 7:30 ആയിരുന്നു. തന്നെയല്ല ഇവിടെ വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിന് തൊട്ട് പുറയും മതിലായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇടിച്ച് കയറിയതാണ്. കടയൊന്നും തുറക്കാനുള്ള സമയമായില്ലല്ലോ. ഈ പരിസരത്തുള്ള ആളുകളും കുട്ടികളും തന്നെയാണ് ഇവിടെ ബസ് കാത്തു നിന്നിരുന്നത്. ഇവിടെയുള്ളവരാണ് ഇവിടുന്ന് ബസ്സിൽ പോകാൻ വേണ്ടി, പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തവരാണ്. പിന്നെ ആ ബൈക്കിൽ വന്നതെന്ന് പറയുന്നത് തൊട്ട് താഴെ ഒരു KSRTCയിൽ ജോലിയുള്ള ഒരു സാറാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിട്ട് ജോലിക്ക് പോകാൻ വരാറുണ്ട്. അപ്പോൾ ആ ബൈക്കാണ് ഇടിച്ചത്. ബൈക്കിൽ ആണ് ഈ ടിപ്പർ ആദ്യം ഇടിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ഗുരുതരമാണെന്ന് പറയുന്നു. കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ആ സമയം അച്ഛനും കുഞ്ഞും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ബൈക്കെതിരെ വന്നപ്പോഴാണ് ഈ വണ്ടി ശരിക്കും നിയന്ത്രണം വിട്ട് ബ്രേക്ക് ചെയ്ത് അതിലേക്കൂടെയൊക്കെ ചെന്ന് കയറിയത്. ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് ചെന്ന് ഇടിക്കാനുള്ള അവസരം ഉണ്ടായത്. അതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. വെയിറ്റിംഗ് ഷെഡിലാണ് കാത്തു നിന്നത്. KSRTCയിൽ ജോലിയുള്ള ഒരാളുടെ ബൈക്കാണ് അവിടെ ഇരുന്നത്. ആ ബൈക്ക് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞും ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ അവിടെ ബസ് കയറ്റി വിടാൻ വന്നതാണ് എന്നാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബാക്കി 5 പേരെ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. 1-2 പേരെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് അവിടെ കാഷ്വാലിറ്റി തന്നെ ഉണ്ട്. ഇവിടുന്ന് ഗുരുതരമായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുചെല്ലുന്ന പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കാഷ്വാലിറ്റി ഒരുക്കുകയും മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഇവിടുന്ന് കൊണ്ടുചെല്ലുന്നവർക്ക് വേണ്ടിയുള്ള അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സ്കൂൾ കുട്ടിയാണ് മരിച്ചത്. കാർമൽ സ്കൂളിലെ ഒരു കുട്ടിയാണ് മരിച്ചതെന്ന് പറയുന്നു. അത് ബാക്കി ഉള്ളവർ ഒരു നാട്ടുകാരായ 2 പേരാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നു. ഡ്രൈവറും മരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ അവരറിയിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഓരോ ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടിപ്പർ ലോറി ഡ്രൈവർ മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായിരിക്കണം. കാരണം രാവിലെ 7:30ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 7:30ക്ക് ഇവിടെ അങ്ങനെ ഒരു വാഹന തിരക്ക് ഉള്ള സമയമല്ല. പ്രത്യേകിച്ച് കൊട്ടാരക്കരയുടെ ഒരു സമാന്തര റോഡാണ്. കൊട്ടാരക്കരയിൽ നിന്ന് എഴുകോണിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കൊല്ലം സൈഡിലേക്ക് പോകുന്നതിനുള്ള തിരക്ക്. അപ്പോൾ ഇവിടെ രാവിലെ 7 മണിക്കും 7:30ക്കൊന്നും
വലിയ ഗതാഗത തിരക്കുള്ള ഒരു റോഡല്ല. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കും കാരണം തീർച്ചയായും ടിപ്പർ ലോറിയുടെ അമിത വേഗത്തിൽ, കാരണം അമിത വേഗത്തിലുള്ള വരവ് തന്നെയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കണം. ഇങ്ങനെയാണ് ഈ അപകടം ഇവിടെ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച്, ഇനി അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് വഹിക്കും. പരിക്കേറ്റവരുടെ മുഴുവൻ ചിലവും ഗവൺമെൻറ് വഹിക്കും. അത് ബന്ധപ്പെട്ട മന്ത്രിമാരെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട അടിയന്തരമായി അതിന് തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർക്കും അടിയന്തര സഹായം നൽകാനുള്ള നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. അത് സാധാരണ നടപടിക്രമമാണ്. ഗവൺമെൻറ് അങ്ങനെ മരിക്കുന്നവർക്ക് ചികിത്സാ സഹായം നൽകുന്നതും അവരുടെ ചികിത്സ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നതും നടപടിക്രമമാണ്. അതുണ്ടാകും. ഏതായാലും ഈ ഒരു അപകടം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും. ചികിത്സാ സൗകര്യം, പരിക്കേറ്റവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം നൽകും എന്നുമാണ് ഇപ്പോൾ കൊടിക്കുന്ന് സുരേഷ് MP പറഞ്ഞിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടൊരു സംഭവമാണല്ലോ മാഡം, എന്താണ് മനസ്സിലാക്കാൻ കഴിയും? വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. ഇത്രയും രാവിലെ എന്ന് വെച്ചാൽ വലിയ ട്രാഫിക്കൊന്നും ഉള്ള സമയമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള, ഇനി ഓവർ സ്പീഡാണോ, ചവിട്ടി നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണോ, ഓവർ ലോഡാണോ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും മരണം വന്നു, കുട്ടികൾ മരിച്ചു, അതൊക്കെ വളരെ സങ്കടകരമായ കാര്യമാണ്. ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഓരോ അപകടം വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആശ്വാസമാവുമെന്ന് തോന്നുന്നു. സ്പീഡ് ബ്രേക്കർ പാടില്ല എന്ന് പറയുന്നുണ്ട് വലിയ റോഡുകളിൽ. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് ഒന്ന് ചവിട്ടി പോകുന്ന ഒരു സംവിധാനം വന്നാൽ കുറച്ചൊക്കെ കുറയ്ക്കാൻ. ടിപ്പറിന്റെ ടയറുകളും മോശം കണ്ടീഷനാണ്. അതാ ശ്രദ്ധിക്കുക, അതൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കണം. നിയമപരമായിട്ടുള്ള ശക്തമായ നടപടികൾ ഉണ്ടാവണം. മേലാൽ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും എടുക്കണം. അത് ഉണ്ടാവും, പറഞ്ഞല്ലോ, MP പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അത് നടപടികൾ ഉണ്ടാകും. എന്താണെന്നുള്ള ബാക്കി കൂടുതൽ വിശദാംശങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴറിയാം. ഇപ്പം ഇത്രയാണ് മനസ്സിലായത്. പരിസരത്തുള്ള ആളുകൾക്ക് തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, രാവിലത്തെ സമയമൊന്നും അത്ര റഷുള്ളതല്ല. അപ്പോൾ വരുമ്പം ഇത്തിരി സമാധാനത്തിൽ അവിടെ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ പോകാത്തതിൻ്റെ ഒരു പ്രശ്നം കാണും. ആ ഓവർ സ്പീഡാണോ, എന്താണ് കുറ്റം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അത് അന്വേഷിച്ചിട്ട് വരാതിരിക്കാനുള്ള നടപടി അടിയന്തരമായിട്ട് വരണം. അത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നടന്ന ഉടൻ തന്നെ ആദ്യം നാട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. എല്ലാ സംവിധാനവും ഓടിയെത്തി, നാട്ടുകാരും വന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ഞങ്ങളൊക്കെ ഇപ്പോൾ വന്നു, എല്ലാവരും ഇവിടെ എത്തി. അപ്പോഴത്തേക്ക് വേഗം ആൾക്കാരെ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. വിവിധ ആശുപത്രിയിലായിട്ട് പോയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ആശുപത്രി എത്ര ദൂരമുണ്ടായിരുന്നു? താലൂക്ക് ആശുപത്രി അതൊരു 3 ഉണ്ട്, 3 കിലോമീറ്റർ ഉണ്ട്. താലൂക്ക് ആശുപത്രി. പിന്നെ കുറച്ചുപേരെ വേറെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. വളരെ വേഗം തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. ഇതൊരു ഗ്രാമീണ മേഖലയാണ്. വെയിറ്റിംഗ് ഷെഡിന് സമീപം കാത്തുനിന്ന ആളുകൾക്കാണ്, വിദ്യാർത്ഥികൾക്കൊക്കെയാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP, മറ്റ് ഇവിടെ ഉള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ആ ടിപ്പർ ലോറിയുടെ ടയർ കൂടി കാണാം. ഇത് ഈ അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറിയുടെ ടയറുകളാണ്, പുറകുവശത്തെ ടയറുകളാണ്. ഇതിൻ്റെ തേയ്മാനം നമുക്ക് കാണാൻ സാധിക്കും. ഈ ടിപ്പർ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മണ്ണ് കയറ്റി കൊണ്ടുവന്ന ടിപ്പർ ലോറിയാണ് ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽ പെട്ടത്. അതിനെ തുടർന്നാണ് ജീവനുകൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടായത്. ആ ടിപ്പർ ലോറിയുടെ മുൻവശവും നമുക്ക് കാണാൻ സാധിക്കും. ഇത് രാവിലെ 7:30 സമയമായതിനാൽ തന്നെ ഗ്രാമീണ മേഖലയാണ്. അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും, വലിയ ഗതാഗത തിരക്കൊന്നും ഉള്ള ഒരു റോഡല്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ട് അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ എന്ന് പറയാൻ നമുക്ക് ആരെയും ലഭിക്കുന്നില്ല. എല്ലാവരും ഈ വലിയ ശബ്ദമൊക്കെ കേട്ട് ഈ സ്ഥലത്തേക്ക് ഓടി എത്തിയവരാണ്. ഈ വെയിറ്റിംഗ് ഷെഡിന്റെ ആ പരിസരത്തുണ്ടായ അപകടത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ മണ്ണിൻ അടിയിൽപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും അപകടം വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ കൊടുക്കുന്ന സുരേഷ് MP അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ചികിത്സയുടെ ചിലവും നഷ്ടപരിഹാരവും ഒക്കെ സ്വാഭാവികമായി തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു.